ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. സൈക്കിൻ്റെ സയാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സയാൻ നിൽക്കുന്ന പാലം ഏതാണെന്ന് അറിയുന്നവർ കമൻറ്റ് ചെയ്യണേ. ഇതാ നോക്കൂ ഗേസ്, ഈ റോഡിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു വശത്ത് നിറയെ തെങ്ങുകളും മറുവശത്ത് കടലുമാണ്. ശരിക്കും ഒരു രക്ഷയുമില്ലാത്ത വൈബ്. ഇതാ നോക്കൂ ഫ്രണ്ട്സ്, ഒരു വശത്ത് ആഞ്ഞടിക്കുന്ന തിരമാലകളും മറുവശത്ത് മനോഹരമായ റോഡുകളുമാണുള്ളത്. കുട്ടികൾ അവിടെ നിന്ന് കളിക്കുന്ന രംഗങ്ങളാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇതിലൂടെ നടന്നു പോകാൻ തന്നെ എന്ത് രസമാണെന്നോ. ഈ കടൽക്കാറ്റും തിരമാലകളുടെ ശബ്ദവും കേട്ടു നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വൈബ് അത് പ്രത്യേകത തന്നെയാണ്. അത് അനുഭവിച്ചറിയുക തന്നെ വേണം. സയാനും സായിക്കും കുട്ടിപ്പട്ടാളവും ഇതൊക്കെ ഭയങ്കര ആസ്വദിച്ചു കൊണ്ടുമാണ് അവർ നടക്കുന്നത്. പ്രകൃതിയും കടലും ഒത്തുചേരുന്ന സ്ഥലം ശരിക്കും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഇവിടുത്തെ ഈ ഒരു ലൊക്കേഷൻ മസ്റ്റ് വാച്ച് ആണ് കേട്ടോ. എല്ലാവരും വരണം, അടിപൊളിയാണ് മുട്ടുങ്ങൽ ബീച്ച്. ദാ നോക്കിയ കൂട്ടുകാരെ, ഈ ബീച്ച് റോഡിൽ നമ്മുടെ കുട്ടിപ്പട്ടാളം ഫുൾ ഓൺ മോഡിലാണ്. തിരമാലകളുടെ താളത്തിനൊപ്പം ഓടിക്കളിക്കുന്ന ഇവരെ കാണാൻ എന്ത് രസമാണല്ലേ. ഒരു വശത്ത് കടലും മറുവശത്ത് നമ്മുടെ കുട്ടിപ്പട്ടാളത്തിൻ്റെ കളിച്ചിരികളും. ഈ വൈബ് ശരിക്കും നമ്മുടെ മനസ്സ് നിറയും. മുട്ടുങ്ങൽ ബീച്ചിൻ്റെ മനോഹരമായ കാഴ്ചകൾക്കിടയിലാണ് നമ്മുടെ മുട്ടുങ്ങൽ കക്കാട്ട് ജുമുഅത്ത് പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഈ കടൽക്കാറ്റും തിരമാലകളുടെ ശബ്ദവും പള്ളിയുടെ ആ ഒരു അന്തരീക്ഷവും മനസ്സിന് ശരിക്കും ഒരു ആശ്വാസം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു യാത്ര ഞങ്ങളുടെ മനസ്സ് നിറച്ചു. സയാനും സായിക്കും അവരുടെ കൂട്ടുകാരും ഫുൾ ആഘോഷത്തിലാണ്. ഇതാ നോക്കൂ കൂട്ടുകാരെ, ഈ കാണുന്നതാണ് മുട്ടുങ്ങൽ കുരിയാട് പള്ളി. തെങ്ങുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഈ പള്ളി നമ്മുടെ യാത്രയിലെ മറ്റൊരു പ്രത്യേകതയാണ്. ബീച്ചിൻ്റെ അന്തരീക്ഷത്തിൽ ശാന്തമായ അന്തരീക്ഷത്തിലുള്ള ഈ പള്ളി കാണാൻ പ്രത്യേകത ഒരു ഭംഗിയാണ്. സമാധാനമായ ഒരിടം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബെസ്റ്റാണ്. പള്ളിയിലേക്ക് പോകുന്ന കവാടമാണത്. വീഡിയോ ഫുള്ളായി കണ്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. കടൽക്കാറ്റും തെങ്ങിൻ തോപ്പുകളും പിന്നെ ഈ മനോഹരമായ വീടും കോസായി ബീച്ചിൻ്റെ പ്രത്യേകത തന്നെയാണ്. കോസായി ബീച്ചിൻ്റെ സൗന്ദര്യം വാക്കുകൾക്കപ്പുറമാണ്. തിരമാലകളുടെ താളത്തിനൊപ്പം ഒഴുകുന്ന ഈ ഒരു ദിവസം ഈ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു പ്രത്യേകത സുഖം തന്നെയാണ്. സായിക്കിൻ്റെയും സയാൻ്റെയും വ്ലോഗിൽ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് കോസായി ബീച്ചിലെ അടിപൊളി കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ബീച്ചിനരികിലെ സുന്ദരമായ വീടുകളും അവിടുത്തെ പ്രകൃതികളും ഒരു പ്രത്യേകത വൈബ് തന്നെയാണ്. ഇത്രയും നല്ലൊരു ലൊക്കേഷൻ കാണാൻ ആർക്കാ ഇഷ്ടമില്ലാത്തത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതാ നോക്കൂ, ആടിയുലയുന്ന തെങ്ങുകളും തണുത്ത ആ കടൽക്കാറ്റും. കോസായി ബീച്ചിലെ ഈ ഒരു അന്തരീക്ഷം ശരിക്കും മനസ്സിനൊരു കുളിർമ തന്നെയാണ് കിട്ടുന്നത്. പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ ഇതിലും നല്ലൊരു ഇടം വേറെയുണ്ടോ. സായിക്ക് സയാൻ വ്ലോഗിലെ ഈ മനോഹരമായ നിമിഷങ്ങൾ നിങ്ങൾ കണ്ടാസ്വദിക്കൂ. കടൽക്കാറ്റേറ്റ് നിൽക്കുന്ന ഈ തെങ്ങുകൾ കാണാൻ എന്നും ഭംഗിയാണല്ലേ. സായിക്ക് അവിടെ നിന്നോ ഞണ്ടിനെ പിടിക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്.
നോക്കൂ, കോസായി ബീച്ചിലെ ആ വെളുത്ത തിരമാലകൾ. സായ്ക്ക് സയാൻ വ്ലോഗിലെ ഈ അടുത്ത ഹൈലൈറ്റ് ഈ അടിപൊളി പാറക്കെട്ടുകളാണ്. ഓരോ തിരമാലകളും കരയിലേക്ക് അടിച്ചു കയറുന്ന ആ ഒരു കുളിർമ, അത് അനുഭവിച്ച് തന്നെ അറിയണം. സായ്ക്ക് സയാൻ വ്ലോഗിലെ ഇന്നത്തെ സ്പെഷ്യൽ ദാ ഈ കാണുന്ന സൂര്യാസ്തമയമാണ്. കോസായി ബീച്ചിലെ തിരമാലകൾക്കിടയിൽ സൂര്യൻ വിട പറയുന്ന ഈ കാഴ്ച ശരിക്കും ഒരു അടിപൊളി വൈബ് തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഫുള്ള് കണ്ടു നോക്കൂ. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓരോ തിരമാലകളും കരയിലേക്ക് അടിച്ചു കയറുന്ന ആ കുളിർമയില്ലേ, ഒരു പ്രത്യേകത തന്നെയാണ്. ഇവിടുത്തെ തിരമാലകൾ കണ്ടോ, ശരിക്കും ഒരു വൈബ് തന്നെ. പാറക്കെട്ടുകൾക്കിടയിലൂടെയുള്ള നടത്തവും ആ കടൽക്കാറ്റും അതൊരു പ്രത്യേകത തന്നെയാണ്. പ്രകൃതിയുടെ ഈ കരുത്ത് നേരിട്ട് കാണേണ്ടത് തന്നെയാണ്. എല്ലാവരും വരണം. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഇതിലും പറ്റിയൊരിടം കോസായിൽ വേറെയില്ല. സായ്ക്കിനും സയാനും ഭയങ്കര സന്തോഷം തന്നെയാണ്. അവർ കളിക്കുന്ന കളിയൊക്കെ നിങ്ങൾ കണ്ടു നോക്കൂ. അവിടെ നിന്നൊരു വടിയെടുത്തുകൊണ്ടാണ് അതിനെ കൊണ്ട് കളിക്കുന്നതൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? അവർ ഭയങ്കര ഹാപ്പിയാണ്. ഇവിടുത്തെ ഈ തിരമാലകൾ കണ്ടോ നിങ്ങൾ, ശരിക്കും ഒരു അടിപൊളി വൈബ് തന്നെ. സായ്ക്കും സയാനും ആ വടിയെടുത്ത് കൊണ്ടുവന്നത് എന്തിനാണെന്ന് അറിയണ്ടേ? അവിടെ ഒരു ഞണ്ടിനെ കണ്ടു. ആ ഞണ്ടിനെ അടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ. പാറക്കെട്ടുകളിലും മണലിലും വന്നു തല്ലുന്ന ഈ തിരമാലകളുടെ ഈ ശബ്ദം കേൾക്കാൻ തന്നെ നല്ല രസമാണ്. കടലിൻ്റെ ഈ മൂഡ് നമ്മളെ ശരിക്കും ത്രില്ലടിപ്പിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. സായ്ക്കും സയാനും ആ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഓടുന്ന രംഗങ്ങളാണ് കാണുന്നത്. അവർ ഭയങ്കര ഹാപ്പിയാണ്. സയാനും സായ്ക്കും ഈ കാഴ്ചകൾ കണ്ട് ഫുൾ ഹാപ്പിയാണ്. നിങ്ങൾ മുട്ടുങ്ങലിലെ ഈ കോസായി ബീച്ചിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. കോസായി ബീച്ചിലെ തിരമാലകൾക്കിടയിൽ വിട പറയുന്ന ഈ സൂര്യൻ്റെ കാഴ്ച അടിപൊളി വൈബ് തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണേ. ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ. നോക്കൂ, കടൽ തീരത്തുള്ള ആ കൂറ്റൻ പാറക്കെട്ടുകൾ തിരമാലകളെ തടഞ്ഞു നിർത്തി തലയുയർത്തി നിൽക്കുന്ന ഈ കാഴ്ച ശരിക്കും ഗംഭീരമാണ്. ദാ സായ്ക്കും സയാനും ബീച്ചിൻ്റെ ആ വലിയ പാറപ്പുറത്ത് നിൽക്കുന്നത് കണ്ടോ? ഒരു ടൈറ്റാനിക് സ്റ്റൈലിലൊക്കെയാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ശരിക്കും ഒരു സിനിമയുടെ ഫീൽ തോന്നില്ലേ? ടൈറ്റാനിക്കിലെ ജാക്കും റോസും തോറ്റുപോകുന്ന പ്രകടനമാണ് സായ്ക്കിൻ്റെയും സയാൻ്റെതും. പാറപ്പുറത്ത് കയറി നിന്ന് ആ പഴയ ടൈറ്റാനിക് പോസ് ചെയ്തു നിൽക്കുകയാണ് രണ്ടാളും. ഈ കുട്ടിക്കുറുമ്പന്മാരുടെ കടൽ തീരത്തുള്ള വിശേഷങ്ങൾ ഇനിയും വരാനുണ്ട്. വീഡിയോ ഫുൾ കണ്ടു നോക്കൂ. സായ്ക്ക് നിൽക്കുന്നത് ഒരു ടൈറ്റാനിക്കിൻ്റെ സ്റ്റൈലിലാണ്. സായ്ക്കും സയാനും അവരുടെ കൂട്ടുകാരുമൊത്ത് ഞണ്ടിനെ പിടിക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർക്ക് ഞണ്ടിനെ പിടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഞണ്ടിൻ്റെ പുറകെ ഓടുന്ന രംഗമാണ്. അവർ എത്ര കളിച്ചിട്ടും ആ ഞണ്ടിനെ പിടിക്കാൻ കഴിയും. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. കടൽത്തീരത്തെ ഈ മനോഹരമായ ഈ ഫുട്ബോൾ പോസ്റ്റ് കണ്ടോ? വൈകുന്നേരങ്ങളിൽ ഈ കടൽക്കാറ്റേറ്റ് കളിക്കുന്നത് ശരീരത്തിനും മനസ്സിനും ഒരു കുളിർമ തന്നെയാണ്. ൊപ്പം കളിക്കാനും ആസ്വദിക്കാനും പറ്റിയൊരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ കോസായി ബീച്ച്. ഈ മണൽപ്പരപ്പിൽ തിരമാലകളുടെ ശബ്ദത്തിനൊപ്പം ഫുട്ബോൾ കളിക്കുന്നത് ശരിക്കും ഒരു വേറെ ഫീൽ തന്നെയാണ്. ഇവിടെ സായ്ക്കിനും സയാനും ഫുട്ബോൾ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായി തോന്നുന്നു.
സായിക്കും ചെയ്യാനും അവരുടെ കൂട്ടുകാർ ഫുൾ സെറ്റാണ്. ഈ ബീച്ചിലെ ഫുട്ബോൾ ഗ്രൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അങ്ങനെ ഗോസായി ബീച്ചിലെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. ഈ മനോഹരമായ സൂര്യാസ്തമയവും കടൽക്കാറ്റും മനസ്സിൽ നിറച്ച് ഞങ്ങൾ മടങ്ങുന്നു. സായിക്കിനും ചെയ്യാനും കൂട്ടുകാർക്കും ഈ യാത്ര വളരെ ഇഷ്ടപ്പെട്ടു. വീഡിയോ ഇഷ്ടമായാൽ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.